Such a beautiful night to make a change in our lives. East tangling sky, empty bottle of wine. I got you by my side, talking about love and life. Oh, how lucky am I when I look in your eyes. What a wonderful way to spend a moment or two. To be lying awake and be here talking to you. I got something to say, I know what I gotta do. To be making a change, now the moment of truth. Why am I feeling so nervous when things are going so perfect? But I know that it's worth it to spend forever with you. And so I count 2, 3 and get on one knee and I ask you, darling, honestly, I've waited all this time just to make it right. So I'll ask you tonight, will you marry me? Just say yes. One word, one love, one life. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനായി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യനേക്കാനായിരിക്കുന്നത് നമ്മല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കുമെന്ന് അരുളി ചെയ്തുകൊണ്ട് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ അനിയെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുകുടുംബത്തിന്റെ കാവൽക്കാരനായ മാർ യോസേഫേ, ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകുവാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകുവാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരന്റെ കാരണഭൂതരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽമാലാഹമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. സ്നേഹപിതാവായ ദൈവമേ, അവിടുത്തെ കൃപയും അനുഗ്രഹവും ഈ കുടുംബത്തിലും എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് ഇവരോട് കൂടെ ഉണ്ടായിരിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. A gentle touch of the hand, fingers running through hair, lips pressed to her lips, so I was caught unaware. Arms holding me tight, tears in both of her eyes. What a beautiful way to spend the rest of our lives. The sun will reappear, burning auburn and red. My chest was the pillow, green grass lawn was the bed. Last night was the night, one last moment of truth. And what a wonderful way of falling deeper in you. Why was I feeling nervous when things were going so perfect? But now I know that it's worth it to spend forever with you. And so I count 2, 3 and get on one knee and I ask you, darling, honestly, I've waited all this time just to make it right. So I'll ask you tonight, will you marry me? Just say yes. One word, one love, one life.
stone just to bounce across the pond. It's the perfect maze, there's a clue to where the songs. The light comes in the dead of the night. The sentry calls like a photograph with light. The air it comes in the dead of the night. The sentry calls like a photograph with light. To live without is to live under a spell. Who'd have thought that would turn our home to hell? To find a boat and to float it down the stream. It's the path it takes, that's a clue to many dreams. നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ ഉണ്ടായാലും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന കർത്താവെ, നിൻ്റെ തിരുമുമ്പിലായിരിക്കുമ്പോൾ പട്ടംപുറത്ത് ഷാനി സാറ് ഫാമിലിയെയും അനിയെ വിവാഹം ചെയ്ത് സ്വീകരിക്കുന്ന ആ പ്രിയപ്പെട്ട ആ സഹോദരനെയും ആ കുടുംബത്തെയും കൂടെ ഞങ്ങളിപ്പോൾ ഓർത്ത് അങ്ങയുടെ കൃപാത്തിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. എന്നും എന്നതുപോലെ അനിയുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ദിവസം അത് ആരംഭിച്ച് ഞങ്ങൾ ഈ പ്രത്യേകമായ നിയോഗത്തിൽ മുട്ടുകാട് പള്ളിയിലേക്ക് യാത്ര പുറപ്പെടാൻ ഒരുങ്ങുന്ന ഈ സമയം കർത്താവെ ഇത്രയും വളർത്തി പരിപാലിച്ച് ജീവിതാന്തസ്സിലേക്ക് കൈപിടിച്ച് അങ്ങ് കയറ്റുന്ന നിമിഷം ഓർത്ത് നല്ല ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ സഹായവും നിറവും ഈ ദാമ്പത്യ ജീവിതത്തിൽ എന്നും എപ്പോഴും ഈ മകളുടെ മേലും കുടുംബത്തിൻ്റെ മേലും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വചനം ഞങ്ങൾ ഈ സമയം ഒന്ന് സ്വീകരിക്കുന്നു. ഒരു വചനം മാത്രം. അത് പറയുന്നത് ഇപ്രകാരമാണ്. തോബിത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 17-ാം വചനം. നീ അവളെ സമീപിക്കുമ്പോൾ നിങ്ങൾ ഇരുവരും എഴുന്നേറ്റ് നിന്ന് കാരുണ്യവാനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. അവിടുന്ന് നിങ്ങളെ രക്ഷിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യും. നീ പേടിക്കേണ്ട, അനാദി മുതലേ അവൾ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവളാണ്. നീ അവളെ രക്ഷിക്കും, അവൾ നിന്നോടുകൂടെ വരികയും ചെയ്യും. നിനക്ക് അവളിൽ സന്തതികൾ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തോബിയാസ് കേട്ട് അവളിൽ അനുരക്തനായി തീവ്രാഭിലാഷം കൊണ്ടു. ഈ വചനഭാഗം ഒരു വിവാഹാലോചന എന്ന തലക്കെട്ടിൽ തോബിത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നതാണ്. 7 പ്രാവശ്യം വിവാഹിതയായി 7 പ്രാവശ്യവും പിശാചിൻ്റെ ചില ആക്രമണത്താൽ വിവാഹത്തിൻ്റെ ആദ്യ രാത്രിയിൽ തന്നെ ആ ഭർത്താക്കന്മാർ മരണപ്പെട്ട കുട്ടിയുടെ 8ാമത്തെ വിവാഹത്തിൽ തോബിയാസ് വിവാഹിതനാകാൻ തീരുമാനിക്കുമ്പോൾ കർത്താവ് പറയുക, നീ അവളെ സമീപിക്കുമ്പോൾ, നീ ഈ ജീവിതം ആരംഭിക്കുമ്പോൾ നീ എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകളും വളർച്ചകളും കുറവുകളും ചെറിയ ഇണക്കവും പിണക്കവും എല്ലാം ജീവിതം ഇതെല്ലാം ചേർന്നതാണ്. അത് മുന്നോട്ട് പോകുമ്പോൾ ദാമ്പത്യത്തിൽ ദമ്പതികളുടെ മധ്യേ ബലിപീഠം പണിയണം. കർത്താവ് അനുഗ്രഹമായിട്ടുണ്ടാകണം. എങ്കിലേ അത് അനുഗ്രഹമായി സാമ്പത്തികമായും തലമുറകളുടെ മേലും എല്ലാം അനുഗ്രഹിക്കപ്പെട്ട് നമ്മൾ പോകും. നീ അവളെ സമീപിക്കുമ്പോൾ, നീ ജീവിതം ആരംഭിക്കുമ്പോൾ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. മറ്റൊരു പ്രധാന കാര്യം കൂടെ കർത്താവ് പറയുകയാണ്. നീ പേടിക്കേണ്ട, അനാദി മുതലേ അവൾ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവളാണ്. ഇവിടെ നമ്മൾ അനാദി മുതലേ അവൻ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവനാണ്. നമ്മൾ ഓർക്കും അത് വന്ന വഴികളൊക്കെ എല്ലാം കർത്താവിൻ്റെ ഉപകരണങ്ങൾ മാത്രം. മാതാപിതാക്കളുടെ സഹോദരങ്ങളൊക്കെ ദൈവം അനാദി മുതൽ നിശ്ചയിച്ചുറപ്പിച്ച ആ പങ്കാളിയെ നമ്മൾ ഇന്ന് സ്വീകരിക്കുകയാണ്, ജീവിതം ആരംഭിക്കുകയാണ്. അതിൻ്റെ എല്ലാ ആഘോഷവും സന്തോഷവും ഇന്ന് അനുഭവിക്കും. മുന്നോട്ടുള്ള ദിവസങ്ങൾ അത് കർത്താവിന് പ്രാർത്ഥിച്ച് നമുക്ക് യാചിക്കാം. ദൈവമേ, മരണം വരെ നിന്നെ മഹത്വപ്പെടുത്തുന്ന ജീവിതം, തകർച്ചയിൽ ബുദ്ധിമുട്ടിൽ എല്ലാം നീ കൂടെയുള്ള ജീവിതം, പരിശുദ്ധാത്മാവിനാൽ കൈപിടിച്ച് ദമ്പതികളെ നയിക്കുന്ന അനുഭവം, അതിനെല്ലാം വേണ്ടി ഈ കുഞ്ഞിൻ്റെ ജീവിതത്തെ എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട്
പരിശുദ്ധാത്മ സഹായം കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യാത്ര തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് ഇപ്പോൾ ഞങ്ങൾ ആ വരൻ്റെ ഇടവകയിലേക്ക് യാത്രയാവുന്നു. യാത്രക്കാരുടെ മധ്യസ്ഥനായ വിശുദ്ധ ക്രിസ്റ്റഫറെ ന്യായാധിപന്മാർ 18 ഈ യാത്രയിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും, കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അതിനത്തിൻ്റെ അനുഗ്രഹം. യാത്രക്കാരുടെ മധ്യസ്ഥനായ വിശുദ്ധ ക്രിസ്റ്റഫറെ ഞങ്ങളുടെ വാഹനങ്ങൾ ഓരോന്നും, വധു യാത്ര ചെയ്യുന്ന വാഹനവും കൂടെയുള്ള ആളുകളെല്ലാം യാത്ര ചെയ്യുന്ന വാഹനവും, അതിൻ്റെ മുൻപിലും പിമ്പിലും യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, വശങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, മൃഗങ്ങൾ, യാത്രക്കാർ, കാൽനട യാത്രക്കാർ എല്ലാം ഞങ്ങൾ കടന്നു പോകുന്ന വഴികളും ദൈവത്തിരുമനസ്സിന് സംരക്ഷണത്തിനായിട്ട് സമർപ്പിക്കുന്നു. സ്വർഗത്തിൻ്റെ വലിയ സംരക്ഷണം നൽകി ഞങ്ങളെയും ഞങ്ങളുടെ യാത്രയും അനുഗ്രഹിച്ച് ഈ കുടുംബത്തെ ഇന്ന് ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കുന്ന ദമ്പതികളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പ്രസിദ്ധമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കൂടെ അമ്മ യാത്ര ചെയ്ത് എല്ലാ സംരക്ഷണവും നൽകി കാത്തുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സൃഷ്ടി കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചടങ്ങുകളനുസരിച്ച് sodium lights, we caught the air like a memory of night. There it comes in the dead of the night. The sacred calls like a photograph with light. The world comes.
പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നിടാം ഓരോമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകയടച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുവയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാവേ നാമം പൂജിത ആകണമേ നിൻ രാജ്യം വന്നിടണമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ സ്തുതി തന്നി സ്തുലമഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. വാനവ മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ നിൻ രാജ്യം
നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാം ആകാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപി നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാലെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേനാമേനെന്നേക്കും. കാതനുമതുപോ ആത്മജനം റൂഹായ്ക്കും സ്തുതി എന്നേക്കും. ആദിമുതൽക്കൻ അതുപോലെ ആമേ ആമേനവരതം. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാനിൻ സ്തുതിതൻ സ്തുല മഹിമാവാ. ഓ സ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവന ആയി വിളങ്ങുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായ ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തൻ്റെ സ്നേഹം മൂലം നിന്നെ തൻ്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രി അഴകെല്ലാം ആന്തരികമാകുന്നു, അവളുടെ മേലങ്കി പൊന്നു പൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവൾ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈറ്റ് മുളകൾ പോലെയുമായിരിക്കും.
കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിംഹങ്ങളിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവം അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കുമാര കൊല്ല ഈശോ മസിഹാ സബഹീനം ആദത്തു മഹുമാനാത് പാകിര വാത്തു പാറുകതാവാദനവ് ശാസം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവ്, ഞങ്ങൾ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ആരീം കാൽക്കോ ഉസാംബഹ് കോലേയമ്മ ലാലഹ കന്ദിസാ ആലാഹ കന്ദിസാ ഹൈസാന കന്ദിസാലമായുസ യസറാഹം ആലേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊതുവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സഹോദരരെ, വിശുദ്ധ പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിലുള്ള വായന. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാകുക. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണങ്ങളോ വിശിഷ്ട വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവും ആത്മാവാകുന്ന അനശ്വര രത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുൻപ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിച്ചിരുന്നു. തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാവ്ര അബ്രഹാത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നുവല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങളും അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടുകൂടി നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുന്നു. സ്ത്രീ ബലഹീനപാത്രമാണെങ്കിലും
ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സാമോദം നാം പാടിടാ, ഹല്ലേലൂയ പാടിടാ. മധുരീതമാശയ സുധയെന്നെൻ മാനസമലരിൽ നിറയുന്നു, മാനസമലരിൽ നിറയുന്നു. സാമോദം നാം പാടിടാ, ഹല്ലേലൂയ പാടിടാ. സമാധാനം നിങ്ങളോടും കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 2, 1 മുതലുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയായിലെ കാനായിൽ ഒരു വിവാഹമുണ്ടായിരുന്നു. ഈശോയുടെ അമ്മയും അവിടെ സന്നിഹിതരായിരുന്നു. ഈശോയും അവിടുത്തെ ശിഷ്യന്മാരും വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. വീഞ്ഞ് തികയാതെ വന്നപ്പോൾ ഈശോയുടെ അമ്മ അവിടുത്തോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും വന്നിട്ടില്ല. അവിടുത്തെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവിടുന്ന് നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യൂതന്മാരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. അവ ഓരോന്നിലും 2-3 കുടം വെള്ളം വീതം കൊള്ളുമായിരുന്നു. ഈശോ അവരോട് അരുളി ചെയ്തു, ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ. അവർ അവ വക്കോളം നിറച്ചു. ഇനി കുറച്ച് പകർന്ന് കലവറക്കാരന് കൊടുക്കുവിൻ എന്ന് അവിടുന്ന് പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി തീർന്ന വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല. എന്നാൽ വെള്ളം കോരിയ ഭൃത്യന്മാർ അത് അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും ആദ്യം മേൽത്തരം വീഞ്ഞാണ് വിളമ്പുക, ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ താങ്കൾ ഇതുവരെയും നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വച്ചിരുന്നല്ലോ. ഗലീലയിലെ കാനായിൽ ഇത് പ്രവർത്തിച്ച് ഈശോ അടയാളങ്ങളുടെ ആരംഭം കുറിച്ചു. ഇതുവഴി അവിടുന്ന് തൻ്റെ മഹത്വം പ്രകടമാക്കുകയും അവിടുത്തെ ശിഷ്യർ അവിടുന്ന് വിശ്വസിക്കുകയും ചെയ്തു. അനന്തരം അവിടുന്ന് തൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യരോടും കൂടെ ഖഫർനാമിലേക്ക് പോയി അവിടെ ഏതാനും ദിവസം താമസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. തമ്പുരാൻ്റെ സാന്നിധ്യത്തിൽ വിവാഹമെന്ന കുദാശയിലൂടെ ഒരു പുതിയ കുടുംബമായി മാറുന്ന സ്നേഹം നിറഞ്ഞ അലൻ, ആനി, ഈ ദേവാലയത്തിൽ നിങ്ങളുടെ പുറകിൽ നിങ്ങളുടെ മാതാപിതാക്കന്മാരും നിങ്ങളുടെ ബന്ധുമിത്രാദികളും സഹോദരരും കൂട്ടുകാരും അയൽപക്കക്കാരും എല്ലാവരും ഒരുമിച്ചായിരിക്കുന്നത് നിങ്ങളെപ്പോലെ തന്നെ ഒത്തിരി ആഗ്രഹിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ വിവാഹമെന്ന കുദാശയ്ക്ക് സാക്ഷ്യം വഹിക്കാനും നിങ്ങളെ കൈപിടിച്ച് വിവാഹമെന്ന കുദാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് നയിക്കാനും വന്നിരിക്കുന്നവരാണ്. അവരുടെയും പ്രാർത്ഥനകൾ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. ഞങ്ങളുടെ അച്ഛന്മാരുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ
പുതിയ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്ന നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും തമ്പുരാൻ്റെ സംരക്ഷണവും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ കുദാശയിലൂടെ, വിവാഹമെന്ന കുദാശയിലൂടെ നിങ്ങൾ പുതിയൊരു കുടുംബമാകുമ്പോൾ അലൻ്റെ കൂട്ടുകാരൻ എന്ന രീതിയിൽ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച അലനെ വളരെ വ്യക്തിപരമായിട്ടറിയാവുന്ന അവൻ്റെ കൂട്ടുകാരെന്ന രീതിയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്നാൽ ഒരു വൈദികൻ എന്ന രീതിയിൽ ഈ വിവാഹമെന്ന കുദാശയിൽ ഭാഗമാകുമ്പോൾ നിനക്ക് പറഞ്ഞു തരേണ്ട, അതുപോലെ തന്നെ ആനിക്ക് പറഞ്ഞു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ അവൻ്റെ കൂട്ടുകാരൻ എന്ന രീതിയിലുള്ള ആ ഒരു സ്നേഹം ഞാൻ തീർച്ചയായിട്ടും മുതലെടുത്തുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ പ്രസംഗത്തിൽ അവനുള്ള കൊച്ചു ഉപദേശങ്ങളായിട്ട് നൽകുകയാണ്. കുറവ് പറയാനായിട്ട് ഒരു നിമിഷം മതി, എന്നാൽ ഒരു നന്മ പറയാനായിട്ട് ഒത്തിരി കാലങ്ങൾ എടുക്കും. കുറവ് പറയാനായിട്ട് ഒരു നിമിഷം മതി, എന്നാൽ ഒരു നന്മ പറയാനായിട്ട് വളരെ കാലങ്ങളെടുക്കും. പ്രിയപ്പെട്ട അലൻ, ആനി, നിങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നന്മ, അലൻ്റെ നന്മ ആനി പറയുക, ആനിയുടെ നന്മ അലൻ പറയുക. നന്മ പറഞ്ഞുകൊണ്ട് കുറവുകൾ പറയാണ്ട് അവളുടെ നന്മ പറഞ്ഞുകൊണ്ട് ആ കുടുംബജീവിതത്തിലേക്ക് നിങ്ങൾ ആരംഭത്തിലേക്ക് പ്രവേശിക്കുക. നിങ്ങളുടെ കുടുംബം എന്നും സന്തോഷപ്രദമായിരിക്കും. സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരീ സഹോദരന്മാരെ, നിങ്ങളേവരും ഈ പള്ളി നിറച്ച ആൾക്കാരാണ്. വളരെ സന്തോഷമുണ്ട് നിങ്ങളെയൊക്കെ കാണുമ്പോൾ. ഇവരെന്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നറിയാവോ? കാരണം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ഈ മനോഹര നിമിഷത്തിൽ നിങ്ങളോട് കൂടെ ആയിരിക്കാൻ വേണ്ടിയാണ്. സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, ബന്ധുമിത്രാദികളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അലൻ്റെയും ആനയുടെയും സന്തോഷത്തിൻ്റെ ദിവസത്തിൽ നിങ്ങളെല്ലാവരും അവരോട് കൂടെയുണ്ട്. അതിൻ്റെ പ്രകടനമാണ് നിങ്ങളെല്ലാവരും ഈ അൾത്താരയിൽ, ഈ ദിവലിയിൽ പങ്കാളികളായിരിക്കുന്നത്. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ മാത്രമല്ല, സങ്കടത്തിൻ്റെ ദിവസങ്ങൾ വരും, പ്രതിസന്ധികൾ വരും. അന്നും ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണം. ഇതെൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. സന്തോഷത്തിൻ്റെ ദിവസത്തിൽ മാത്രം കൂടെ നിന്നിട്ട് അവൻ്റെ സങ്കടത്തിൽ അല്ലെങ്കിൽ അവരുടെ സങ്കടത്തിൻ്റെ ഒരു നിമിഷത്തിൽ കൂടെ നിൽക്കാതെ പോകരുത്. നിങ്ങൾ താങ്ങായി തണലായിട്ട് അലൻ്റെയും ആനിയുടെയും കുടുംബജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇതൊരു അഭ്യർത്ഥനയാണ്. സ്നേഹം നിറഞ്ഞ അലൻ, ആനി, നിങ്ങൾ എങ്ങനെയാണ് ഒരു ഭർത്താവായിട്ട് മുന്നോട്ട് പോകേണ്ടത് അല്ലെങ്കിൽ ഒരു ഭാര്യയായിട്ട് മുന്നോട്ട് പോകേണ്ടതെന്ന് കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ അലനെ പൂർണ്ണ ഹൃദയത്തോടെ നീ സ്നേഹിക്കുക, അവനെ ബഹുമാനിക്കുക. പുരുഷനെന്ന രീതിയിൽ ഭാര്യയിൽ നിന്ന് ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്നത് അവളുടെ സ്നേഹം, അതുപോലെ തന്നെ അതിനേക്കാൾ ചിലപ്പോൾ ഒരു പടി മുകളിൽ അവനെ ബഹുമാനിക്കുന്നതാണ്. നീ അവനെ ബഹുമാനിച്ചോ, അവനെ സ്നേഹിച്ചോ, അവൻ നിന്നെ ജീവിതകാലം മുഴുവൻ പൊന്നുപോലെ നോക്കിക്കോളും. അതുപോലെ അലൻ, നിൻ്റെ ഭാര്യയായ ആനിയെ നീ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക, അവളെ കരുതുക. പുരുഷൻ്റെ സംരക്ഷണം എപ്പോഴും ഭാര്യ ആഗ്രഹിക്കുന്നു, അത് നീ അവൾക്ക് നൽകുക. അവളെ സ്നേഹിക്കുക, സ്നേഹം അവൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അവളെ കേൾക്കുക. അവൾ നിന്നെ എപ്പോഴും സ്നേഹിക്കും. നിൻ്റെ ജീവിതാവസാനം വരെ നിന്നെ സ്നേഹിക്കും, നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. ഇതാണ് നിങ്ങൾ കുടുംബജീവിതത്തിലേക്ക് കയറുമ്പോൾ ഉൾക്കൊണ്ട ചില കാര്യങ്ങൾ. സ്നേഹം നിറഞ്ഞ നവദമ്പതിമാരെ, നിങ്ങൾ കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മയെ കാനായിലെ കല്യാണ വിരുന്നിനെ കുറിച്ചാണ് നമ്മൾ വായിച്ചു കേട്ടത്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെക്കുറിച്ച് നമ്മൾ വായിച്ചു കേട്ടു. പരിശുദ്ധ അമ്മേനെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ കൂടെ കൂട്ടിക്കൊള്ളുക. പരിശുദ്ധ അമ്മേനെ നിങ്ങളുടെ കൂടെ കൂട്ടിക്കൊള്ളുക. കാരണം പരിശുദ്ധ അമ്മയ്ക്കറിയാം ഒരു കുടുംബത്തിൽ എവിടെ കുറവുകളുണ്ടോ ആ കുറവുകൾ നികത്തണമെന്ന് അല്ലെങ്കിൽ ഇടപെടണമെന്ന് അവൾക്കറിയാം. പരിശുദ്ധ അമ്മേനെ ചേർത്ത് പിടിച്ചേക്കണം, ഈശോയിനെയും കൂടെ കൂട്ടിയേക്കണം. പരിശുദ്ധ അമ്മേനെ ചേർത്ത് പിടിക്കുക, ഈശോനെ കൂടെ കൂട്ടുക എന്നത് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ
കുടുംബജീവിതത്തിൽ എല്ലാ ദിവസത്തെയും വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥന, നിങ്ങൾ പങ്കെടുക്കുന്ന ദിവ്യബലികൾ, നിങ്ങളുടെ കൂദാശ സ്വീകരണം, ഇതൊക്കെയാണ് ഈശോനെ നിങ്ങളുടെ കൂടെ നിങ്ങൾ ചേർക്കുന്നത്, കൈപിടിച്ച് പിടിക്കുന്നത്, പരിശുദ്ധ അമ്മേനെ നിങ്ങളുടെ കൂടെ ചേർക്കുന്നത്. കാരണം പരിശുദ്ധ അമ്മ നിങ്ങളെ ഈശോയുടെ സന്നിധിയിലേക്കായിരിക്കും നയിക്കുക. അതുപോലെ തന്നെ സ്നേഹം നിറഞ്ഞ അലൻ ആനി, നിങ്ങളുടെ ജീവിതത്തിൽ തമ്പുരാന് നിങ്ങൾക്ക് ഒത്തിരി മക്കളെ നൽകി അനുഗ്രഹിക്കും. ദാമ്പത്യത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് മക്കളാണ്. തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് മക്കളെ തരുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കുക. എന്നാൽ ഞാൻ ഈ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കന്മാരോട് എല്ലാവരോടുമായിട്ടൊന്ന് ചോദിച്ചു പോട്ടെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ എങ്ങനെയാണ് വളർത്തിക്കൊണ്ട് വന്നത്? കാരണം ഇന്ന് മുതൽ അലനും ആനിയും നിങ്ങളെ നോക്കും, നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് നോക്കും. കാരണം ഇതുവരെ നോക്കാത്ത ഒരു വീട് പണിയുകയാണെങ്കിൽ ഇതുവരെ നമ്മളാരും ശ്രദ്ധിക്കാത്ത പല വീടുകളുടെയും ജനലയും കട്ടളയും ഒക്കെ നമ്മൾ നോക്കുന്നത് പോലെ ഇവർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളെ ആയിരിക്കും നോക്കുക. ഇവരോട് ചേർന്ന് നിൽക്കുന്ന ഓരോരുത്തരെയും മാതാപിതാക്കന്മാരുടെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ അവർ തീർച്ചയായിട്ടും അനുകരിക്കും അവരുടെ ജീവിതത്തിലേക്ക്. കാരണം നിങ്ങൾ അവർക്കൊരു മാതൃകയായിരിക്കണം. ആ മാതൃക അവർ പിൻചൊല്ലുന്നേ. കാരണം മക്കൾ സ്വന്തം മാതാപിതാക്കളെ കൊള്ളണോ തള്ളണോ എന്ന് തീരുമാനിക്കുന്നത് മാതാപിതാക്കന്മാർ അവർക്ക് നൽകുന്ന ആ വലിയ ഉദാഹരണത്തിൻ്റെ പേരിലാണ്. അവരവരുടെ ജീവിതത്തിൽ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടോ? എന്നാൽ അവർ വളർന്ന് വലുതാകുമ്പോൾ മക്കൾ നിങ്ങളെയും കരുതും. എന്നാൽ അവർ പഠിച്ചിരിക്കുന്നത് നിങ്ങളിൽ നിന്ന് തള്ളിക്കളയാനാണെങ്കിൽ ജീവിതത്തിൽ അവരും വളർന്ന് വലുതായി കഴിയുമ്പോൾ ദാമ്പത്യത്തിൽ അവരും ചിന്തിക്കുന്ന ഒരു കാലം വരുമ്പോൾ അവർ ചിന്തിക്കും, അവരുടെ ജീവിതത്തിൽ മാതാപിതാക്കളെ ചേർത്ത് നിർത്തിയാലാണോ അതോ അകറ്റി നിർത്തിയാലാണോ അവരുടെ ജീവിതം സുഖമെന്ന് ചിന്തിച്ച് അവർ നിങ്ങളെ ചേർക്കുകയോ അല്ലെങ്കിൽ മാറ്റി നിർത്തുകയോ ചെയ്യും. അതുകൊണ്ട് അലനാനി, നിങ്ങൾക്ക് ലഭിക്കുന്ന മക്കളെ ദൈവവിശ്വാസത്തിൽ, സ്നേഹത്തിൽ, മാതൃകയിൽ വളർത്തിക്കൊണ്ട് വരിക. നിങ്ങളുടെ മുൻപിൽ 2 മോതിരമുണ്ട്, താലിയുണ്ട്, മന്ത്രകോടിയൊക്കെ വെച്ചിട്ടുണ്ട്. ആ മോതിരം, നമ്മുടെ കരങ്ങളിൽ മോതിരമില്ലേ, ആ മോതിരം ഒന്ന് എടുത്തൊന്ന് നോക്കിക്കേ. ആ മോതിരത്തിന് ഒരറ്റമുണ്ടോ എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? മോതിരത്തിന് അറ്റമുണ്ടോ? മോതിരത്തിന് നമുക്കൊരറ്റം കാണാൻ സാധിക്കത്തില്ല. കുടുംബജീവിതത്തിന് അറ്റങ്ങൾ ഉണ്ടാകരുത്. നിങ്ങൾ മോതിരം അണിയുന്നതിൻ്റെ അർത്ഥം ഇതാ, കുടുംബജീവിതത്തിന് ഒരിക്കലും അറ്റങ്ങൾ ഉണ്ടാകരുത്. അറ്റങ്ങൾ എന്ന് കുടുംബജീവിതത്തിൽ വരുന്നുവോ അന്ന് പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. അതുപോലെ നിങ്ങൾ ഇന്ന് അലൻ അണിയിക്കാൻ പോകുന്ന താലി, ആ താലിയിൽ 12ഉം 7ഉം മുത്തുകളാൽ ഒരു കുരിശ് ഉണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. അതിൻ്റെ അർത്ഥമുണ്ടോ? അർത്ഥം എന്താണെന്നറിയാവോ? 12 സ്ലീഹന്മാരാൽ കൂടിച്ചേർക്കപ്പെട്ടതും 7 കൂദാശകളാൽ കേന്ദ്രീകൃതമായ തിരുസഭയിൽ നിങ്ങളെ തന്നെ തമ്പുരാൻ്റെ തിരുക്കുരിശിലേക്ക് സമർപ്പിക്കുന്നതിൻ്റെ ചിഹ്നമാണ് താലി. സ്നേഹം നിറഞ്ഞ അലൻ ആനി, ഈ താലി നീ അവളുടെ കഴുത്തിൽ അണിയിക്കുമ്പോൾ ഓർക്കുക, അവളെ തമ്പുരാൻ നിന്റെ ശരീരമായിട്ട്, നിന്റെ രക്തമായിട്ട് തന്നെ നിനക്ക് നൽകിയിരിക്കുക. അവളെ ചേർത്ത് പിടിക്കണം. ഈശോ എങ്ങനെ തിരുസഭയെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ നീ അവളെ സ്നേഹിക്കുക. താലികെട്ട് കഴിഞ്ഞിട്ട് നിങ്ങളാണെങ്കിൽ സുവിശേഷത്തിന് മുൻപിൽ വെച്ച് 2 കരങ്ങളൊക്കെ വെച്ച് ഒരു പ്രതിജ്ഞ എടുക്കും, ഉടമ്പടി. വിവാഹമെന്ന കൂദാശയുടെ ഏറ്റവും കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഈ ഉടമ്പടിയാണ്. വിവാഹത്തെ വിവാഹമെന്ന കൂദാശയാക്കുന്നത് നിങ്ങൾ 2 പേരും എടുക്കുന്ന ആ ഉടമ്പടിയാണ്. സ്നേഹം നിറഞ്ഞ അലൻ ആനി, നിങ്ങൾ ആ ഉടമ്പടി എടുക്കുമ്പോൾ ഓരോ വാക്കും അറിഞ്ഞ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയെടുക്കാൻ പരിശ്രമിക്കുക. കാരണം നിങ്ങളുടെ മാതാപിതാക്കന്മാരോട് അല്ലെങ്കിൽ ബന്ധുമിത്രാദികളോട് ഇവിടെ വിവാഹിതരായ ഓരോരുത്തരോട് നമുക്ക് ചോദിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഉടമ്പടി തമ്പുരാൻ്റെ മുൻപിൽ, തമ്പുരാൻ്റെ തിരുസുവിശേഷത്തിൽ കൈകൾ വെച്ച് വിവാഹമെന്ന കൂദാശയിൽ നിങ്ങളെടുത്ത ഉടമ്പടിയുടെ എവിടെയെങ്കിലും ഒരു കോട്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് ആ ഉടമ്പടി നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ അന്ന് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അടിത്തറ ഇളകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കണം.
നിങ്ങളുടെ കുടുംബം എന്ന കൂദാശയെ ഭദ്രമാക്കുന്നത് ആ ഉടമ്പടിയാണ്. ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും സങ്കടത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും നിന്റെ കൂടെ നിൽക്കാമെന്നൊരു വാഗ്ദാനം ചെയ്തത് ഓർക്കുന്നുണ്ടോ? ആ വാഗ്ദാനത്തിൽ എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടോ? തെറ്റിപ്പോയാൽ കുടുംബത്തിൻ്റെ അടിത്തറ ഇളകി. ആ ഉടമ്പടി നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ജീവിക്കാൻ പരിശ്രമിക്കുക. നിങ്ങളുടെ കുടുംബം സന്തോഷപ്രദമായിരിക്കും. ഒരു കോട്ടവും സംഭവിക്കത്തില്ല. അച്ഛൻ ഇവിടെ നിന്ന് അൽത്താരയിൽ നിന്ന് പറയുന്ന വാക്കാ, തീർച്ചയായിട്ടും അത് വിശ്വസിച്ചു കൊള്ളുക. ഈ ഉടമ്പടി ജീവിച്ചാൽ മാത്രം മതി. കാരണം വിവാഹമെന്ന കൂദാശയുടെ ഏറ്റവും കേന്ദ്രബിന്ദുവായിട്ടുള്ളതാണ് ആ ഉടമ്പടി. താലിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. നമ്മൾ താലി ഒരു വിവാഹത്തിന് ശേഷം ദാമ്പത്യ ജീവിതം ജീവിച്ചതിന് ശേഷം ഭാര്യ മരിക്കുകയാണെങ്കിൽ ആ താലി നമ്മൾ എന്താ ചെയ്യുന്നത്? മാതാപിതാക്കന്മാർക്ക് അറിയായിരിക്കാം. നമ്മൾ പള്ളിയിൽ നേർച്ചപ്പെട്ടിയിലാണ് നിക്ഷേപിക്കുന്നത് അല്ലേ? ആ താലി നമ്മൾ മുറിച്ച് ഭാര്യ മരിച്ചിട്ടുണ്ടെങ്കിൽ അത് നേർച്ചപ്പെട്ടിയിൽ നിക്ഷേപിക്കുക. എന്തിനു വേണ്ടിയാണ് ആ താലി ആ സ്വർണം ഉപയോഗിക്കുന്നതെന്നറിയാവോ? ഓരോ ദിവസവും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലിയിൽ നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ തലമുറയ്ക്കും ദൈവത്തിൻ്റെ സംരക്ഷണവും അനുഗ്രഹവും ഉണ്ടാകുന്നതിന് വേണ്ടി തമ്പുരാൻ്റെ തിരുരക്തം വീഴുന്ന തിരുക്കാസ പൂശാൻ വേണ്ടിയാണ് ആ സ്വർണം ഉപയോഗിക്കുന്നത്. ഓരോ ദിവ്യബലിയും നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ തലമുറകളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും അനുഗ്രഹത്തിനും വേണ്ടി തമ്പുരാൻ്റെ തിരുക്കാസ പൂശാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇന്ന് നിങ്ങൾ രണ്ടുപേരും ഈ കുടുംബജീവിതം ആരംഭിക്കുന്നത് ഈ ദേവാലയത്തിൽ വെച്ചാണ്. ഇത് അവസാനിക്കേണ്ടതും ഇവിടെ തന്നെ ആയിരിക്കണം. അതാണ് അതിൻ്റെ അർത്ഥം. സ്നേഹം നിറഞ്ഞ ആനി, അലന് ഈ ഇത്രയും ദിവസം ഞാൻ വിവാഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇവർക്ക് രണ്ടുപേർക്കും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട്. അതുകൂടെ പറഞ്ഞ് നിർത്തുവാട്ടോ. അലൻ, ആനി വേറൊരു കുടുംബത്തിൽ നിന്ന്, വേറൊരു ജീവിത സാഹചര്യത്തിൽ നിന്നാണ് നിന്റെ കുടുംബത്തിലേക്ക് കൈപിടിച്ച് കയറി വരുന്നത്. അവൾക്ക് അവളുടേതായ ടെൻഷൻസ് ഉണ്ടാവും, അവളുടേതായ വെറീസ് ഉണ്ടാവും. തീർച്ചയായിട്ടും അവൾ മറ്റാരെയും നോക്കത്തില്ല, നിന്നെ ആയിരിക്കും നോക്കുക. ഇത് മനസ്സിലാക്കണം. അവൾക്ക് അവളുടെ ടെൻഷനുണ്ട്, വെറീസ് ഉണ്ട്, സംശയങ്ങളുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആദ്യം അത് നീ മനസ്സിലാക്കണം, അവളുടെ കൈ പിടിച്ചേക്കണം. തീർച്ചയായിട്ടും വേറെ നിൻ്റെ മാതാപിതാക്കന്മാരല്ല, അവളുടെ മാതാപിതാക്കന്മാരല്ല, ബന്ധുമിത്രാദികളല്ല, ചേട്ടനല്ല, അനിയനല്ല, ആരുമല്ല, നീയാണ് അവളുടെ കൈ പിടിക്കേണ്ടത് കേട്ടോ. അതേപോലെ ആനി, നീയാണേൽ അലൻ്റെ വീട്ടിലേക്കാണ് കയറി ചെല്ലുന്നത്. നമ്മുടെ മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ, പുത്തനച്ചി പുരപ്പുറവും തുടയ്ക്കും. അത്രയൊന്നും ചെയ്യണ്ട. നിനക്ക് അറിയാവുന്നത് നീ ചെയ്താൽ മതി കേട്ടോ. അലൻ്റെ അപ്പനെയും അമ്മേനെയും നീ നിൻ്റെ സ്വന്തം മാതാപിതാക്കന്മാരെ പോലെ കരുതണം. സ്വന്തം മാതാപിതാക്കന്മാരാക്കാൻ പറ്റുകയില്ലായിരിക്കും, പക്ഷേ സ്വന്തം മാതാപിതാക്കന്മാരെ പോലെ കരുതണം, സ്നേഹിക്കണം. നിനക്കറിയാവുന്ന കാര്യങ്ങൾ ചെയ്ത് തുടങ്ങിയാൽ മതി. നീ ഇപ്പോഴേ പോയി വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട കേട്ടോ. വളരെ സ്ലോ ആയിട്ട് നിങ്ങളുടെ കുടുംബജീവിതം വളരെ പയ്യങ്ങ് ആരംഭിച്ചാൽ മതി. വേറെ ആരെയും കാണിക്കാൻ നിൽക്കണ്ട. കാരണം നീ അവനെയാണ് വിവാഹം ചെയ്യുന്നത്, അവൻ നിന്നെയാണ് വിവാഹം ചെയ്യുന്നത്, അപ്പനെയും അമ്മേനെയും കുടുംബക്കാരെയല്ല കേട്ടോ. അപ്പം വളരെ ശാന്തമായിട്ട് ഫ്രീ ആയിട്ട് അങ്ങ് തുടങ്ങിയാൽ മതി. അതുപോലെ തന്നെ മാതാപിതാക്കന്മാരോട്, ആനി വിവാഹം ചെയ്ത് അലൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. അടുത്ത ദിവസം വിളിച്ചേക്കരുത്, എന്നതാടി അവിടെ ഉള്ളത്, ഇവിടെ കഞ്ഞിയും പയറുമാണ് എൻ്റെ അമ്മേ, മിണ്ടി പോയേക്കരുത്. നിൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നാൽ മതി. അപ്പുറത്തെ നിൻ്റെ അപ്പനോടോ അമ്മയോടോ ആരോടും പറയേണ്ട കാര്യമില്ല. നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ കുടുംബം എന്ന് പറയുന്നത് നിൻ്റെ ഭർത്താവാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ അങ്ങ് സംസാരിച്ച് തീർത്താൽ മതി കേട്ടോ. വിളിച്ചു പറയേണ്ട കാര്യമില്ല. സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. പിന്നെ സ്നേഹം നിറഞ്ഞ അലൻ, ആനി, ഈ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത്രയും കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ ജീവിതത്തിലെ തമ്പുരാൻ എപ്പോഴും അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കും. ഈശോയെ കൂടെ പിടിക്കണം, പരിശുദ്ധ അമ്മേനെ കൂടെ ചേർത്ത് പിടിക്കണം. പിന്നെ ഞാൻ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ
തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. എന്നും കുടുംബം ഭദ്രമായിരിക്കും, തമ്പുരാൻ്റെ അനുഗ്രഹമുണ്ടായിരിക്കും. അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വിവാഹത്തിൻ്റെ ഈ അവസാനത്തെ ആശീർവാദം വളരെ ശ്രദ്ധിച്ച് തന്നെ കേൾക്കണം. കാരണം ആ ആശീർവാദത്തിൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ട എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നൽകും. സന്താന സൗഭാഗ്യം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആവശ്യ നേരത്ത് നിങ്ങളെ കരുതാൻ, നിങ്ങളെ സ്നേഹിക്കാൻ, നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നല്ല കൂട്ടുകാരെ നൽകട്ടെ എന്ന് പറഞ്ഞ് ഒരു അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കും. പ്രാർത്ഥനയോടെ, സ്നേഹത്തോടെ, വിശ്വസ്തയോടെ നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. തമ്പുരാൻ നിങ്ങളെ എല്ലാവിധ നന്മകൾ കൊണ്ട് അനുഗ്രഹിച്ച് ആശീർവദിക്കും. ഇതാണ് എനിക്ക് അതിൻ്റെ കൂട്ടുകാരനായ എനിക്ക് പറയാനുള്ളത്. എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി വിവാഹമെന്ന കൂദാശ വഴി ബന്ധിതരാകുന്ന ഇവർക്ക് വേണ്ടി കർത്താവേ, ഈ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ, ദിവ്യ സാന്നിധ്യം അനുഭവിച്ച് പ്രാപ്തരായി ജീവിക്കുവാൻ സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖ അയക്കണമെന്ന് വിനിപൂർവ്വം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. ഈ വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളേവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പ്രിയ സഹോദരരെ, ഈ വധുവരന്മാർ വിവാഹം എന്ന കൂദാശ വഴി ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിതസഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തരാക്കണമേ. അങ്ങയുടെ കൃപാവരം സമർത്ഥമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ആനന്ദിക്കുക പ്രിയപുത്രി, ആത്മവിഭൂഷിത മണവാട്ടി, നിന്നെ ഇതാ തിരുമണവാളൻ മണവറയിങ്കൽ നയിച്ചല്ലോ. ആനന്ദിക്കുക പ്രിയപുത്രി, ആത്മവിഭൂഷിത മണവാട്ടി, നിന്നെ ഇതാ തിരുമണവാളൻ മണവറയിങ്കൽ നയിച്ചല്ലോ. തൻ തിരുരക്തശരീരങ്ങൾ സ്ത്രീധനമായി നിനക്കേകി, നിന്നെ ലഭിക്കാൻ സ്വയമേവം കുരിശിൽ പാവന ബലിയായി. ആനന്ദിക്കുക പ്രിയപുത്രി, ആത്മവിഭൂഷിത മണവാട്ടി, നിന്നെ ഇതാ തിരുമണവാളൻ മണവറയിങ്കൽ നയിച്ചല്ലോ.
മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി കൊച്ചു ത്രേസ്യയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? കൊച്ചു ത്രേസ്യ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജോണിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടികൾക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കും. ഇബ്രാഹിമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശുമരണമടിയ തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൃപാവരത്തിന്റെ അനശ്വര വസ്തു മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന അരണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മനവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയിക്കുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. മംഗല്യ സൗഭാഗ്യമേക മണ്ണിനെ പിന്നോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മണ്ണിനെ പിന്നോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേക പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും. പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും കുടുംബമാ യാഗവേദിയിൽ ആത്മാർപ്പണം ചെയ്തതുപോലെ അർപ്പണം ചെയ്യാൻ കുടുംബമാകാൻ ഭാവുകം നേരുന്നിതാ.
ഭാവുകം നേരുന്നിതാ. ദമ്പതിമാർ സുവിശേഷ ഗ്രന്ഥത്തിൽ വലത് കൈവച്ച് കർമ്മങ്ങൾ ചൊല്ലിക്കൊടുക്കുന്ന പ്രതിജ്ഞാവാചകങ്ങളിലേക്ക്. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് ഈ വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. തൂവെള്ളയപ്പത്തിൽ പരിശുദ്ധമാകുമീ അൾത്താരയിൽ കുർബാനയാം പ്രാതലൊരുക്കി കാത്തിരിക്കും എൻ്റെ ദൈവമേ. ദിവ്യകാരുണ്യമേ എന്നേശുവേ, ജീവനും ജീവിതവും നീയേ. പൊന്നു സ്നേഹമേ എൻ ദൈവമേ, ആശയും പ്രതീക്ഷയും നീ മാത്രം. അവൻ്റെ കൃപാവരത്താൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നന്ദിയുടെ ഒരു വാക്ക്. അലൻ്റെയും ആനിയുടെയും വിവാഹകർമ്മത്തിൽ പങ്കെടുക്കുവാനായിട്ട് ഇന്നേ ദിവസം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വൈദികരോടുള്ള സ്നേഹം ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ നാമത്തിൽ എത്രയും സ്നേഹത്തോടെ നേരുകയാണ്. എൻ്റെ വലതുവശത്ത് നിൽക്കുന്നത് ബഹുമാനപ്പെട്ട തോമസ് തകടിയലച്ചൻ MST. അദ്ദേഹം അമേരിക്കയിലെ ഫ്ലോറിഡയിൽ സേവനമനുഷ്ഠിക്കുന്നു. എൻ്റെ ആൻറ്റിയുടെ സഹോദരനാണ് തകടിയലച്ചൻ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ആൽബിൻ ഇലുവങ്കലച്ചൻ ഞങ്ങളുടെ പേരമ്മയുടെ മകൻ്റെ മകനാണ്. ആൽബിൻ അദ്ദേഹം ബെൽജിയം യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട ടോമി നമ്പ്യാവറമ്പൽ അച്ഛൻ എൻ്റെ പേരമ്മയുടെ ഞങ്ങളുടെ കുടുംബത്തിലെ ബന്ധുവായിട്ടുള്ള അച്ഛനാണ്. അദ്ദേഹം ആദിലാബാദിൽ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജോബിൻ പറമ്പിലച്ഛൻ തൃശ്ശൂരിൽ സേവനം അനുഷ്ഠിക്കുന്നു. അദ്ദേഹമാണ് ഇന്ന് മനോഹരമായിട്ടുള്ള സന്ദേശം ഈ വിവാഹദിനത്തിൽ നൽകിയത്. അദ്ദേഹത്തിനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ജോർജ് തകടിയലച്ചൻ നമ്മുടെ ഇടുക്കി രൂപതയുടെ വിദ്യാഭ്യാസ കൗൺസിലർ, എൻ്റെ ആൻറ്റിയുടെ
സഹോദരനാണ് ജോർജ് തങ്കിടിയിലച്ചൻ. അദ്ദേഹത്തിന് ഇന്ന് രാവിലെ ഔദ്യോഗികമായിട്ടുള്ള കർമ്മങ്ങളുണ്ടായതുകൊണ്ട് സമയത്തെത്താൻ സാധിച്ചില്ല. എങ്കിലും ഇന്ന് ഈ അലൻ്റെയും ആനയുടെയും വിവാഹകർമ്മത്തിൽ വന്ന് പങ്കെടുക്കുവാനായിട്ട് ഇവരോടുള്ള സ്നേഹത്തെ പ്രതി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തലേ ദിവസം വന്ന ജായിസ് മറ്റത്തിലച്ചനും അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാമായിട്ടുള്ള ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ജോസഫ് മേനാമുട്ടിലച്ഛനും പ്രത്യേകമായിട്ട് ഇടവകയുടെ നാമത്തിൽ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ സൈഡിൽ നിൽക്കുന്നത് ഞങ്ങളുടെ ഒരു ബന്ധുവായിട്ടുള്ള അദ്ദേഹം വൈദിക പഠനം നടത്തിക്കൊണ്ട് സത്യനായിൽ തിയോളജി പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ജോബിനെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുകയും എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്യുന്നു. ഇന്നത്തെ വിവാഹകർമ്മത്തിൽ പങ്കെടുക്കുവാനായിട്ടും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇവരെ ആശീർവദിക്കുവാനായിട്ട് ഇവിടെ ചേർന്നിട്ടുള്ള എല്ലാ വൈദികർക്കും എല്ലാ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പേരിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. നമുക്ക് സമാപന പ്രാർത്ഥനകളിലേക്ക് പ്രവേശിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. കർത്താവായ മിശിഹായെ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെ നായകനായ മാർ യോസേപ്പിൻ്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കുദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കുദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാർ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.
chasing trails in firelight. I remember that same night we fell in love all over again. In the glow of the moonlight, holding you close beside, felt my heart racing, looking in your eyes. To be young and wild and having no cares, it's so different when love is in the air. Everyone, welcome to the wedding reception of Alan and Annie. Myself Mary, and I'm honored to be your MC for today. On behalf of the couple and their parents, I would like to thank each and every one of you to take the time to join us on this joyous occasion. And now, for the moment you have been waiting for, let us all rise and put our hands together to welcome the newly married couple. Where I can free my mind, I hear the sounds of the season and lose all sense of time. I'm moving far away. വിവാഹം എന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം മാത്രമല്ല, രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരൽ കൂടിയാണ്. ഈ അവസരത്തിൽ രണ്ടുപേരുടെയും കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം സ്നേഹപൂർവ്വം അവരെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. The summer air by the seaside, the way it fills our lungs, the fire burns in the night sky. This life will keep us young, yeah, keep us young. And we will sleep by the ocean, our hearts will move with the tide, and we will wake in the morning to see the sun paint the sky. I'm moving far away to a sunny place where it's just you and me. Feels like we're in a dream. You know what I mean. I'm moving far away to a sunny place where it's just you and me. Feels like we're in a dream. You know what I'm moving far away to a sunny place where it's just you and me. Feels like we're in a dream. You know what I mean. I woke up today thinking of you. I think that I know what I want to say. Gonna tell you tonight, it's you on my mind, and I can hardly wait. Countdown, breathe in and out, listen to me now. Oh, oh. Finally you will see that if these walls come crashing down and the rain starts pouring in,
said you won't be long. Took your time, racing mind. I know there's something wrong. Wonder why. Tell me why. Tell me why. No one else was you and I. Tell me now, talk it out. Hit it like I didn't notice, no. I think you should know, you don't have to stay. Even if you go, I'll be okay. We can take it slow till there's nothing left to say. Even if you go, we'll find a way. Find a way. I think you should know, you don't have to stay. Even if you go, I'll be okay. We can take it slow till there's nothing left to say. Even if you go, we'll find a way. Find a way. Don't look back, we got thrown into this just like that. Leaving fast, I know we're new to this, meant to last. Tell me why, tell me why. No one else was you and I. Tell me now, talk it out. Hit it like I didn't notice, no. I think you should know, you don't have to stay. Even if you go, I'll be okay. We can take it slow till there's nothing left to say. Even if you go, we'll find a way. Find a way. Find a way. I think you should know, you don't have to stay. Even if you go, I'll be okay. We can take it slow till there's nothing left to say. Even if you go, we'll find a way. Find a way. സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സ്നേഹപിതാവായ ദൈവമേ, ഈ ഭവനത്തിന് നൽകിയ നല്ലൊരു ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ദിവസം എല്ലാ രീതിയിലും അങ്ങിലേക്ക് അടുക്കുവാനും അങ്ങനെ രക്ഷാകാര പദ്ധതിയിലേക്ക് കൂടുതൽ അടുക്കുവാനുമായി ഞങ്ങളെ സഹായിച്ച അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. ഇന്നിപ്പോൾ ഈ സന്നിധി ഒരുമിച്ചിരിക്കുന്ന ഈ നല്ല അവസരങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകവും നവദമ്പതിമാരായ അനിനെയും
ആനിയെയും അങ്ങയുടെ സന്നദ്ധയിൽ സമർപ്പിക്കുന്നു. പ്രത്യേകമായ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. ഇതുവരെ അവരെ വളരെ നല്ല രീതിയിൽ ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ച് വളർത്തി എവിടെ നൽകുന്ന യഥാർത്ഥ ക്രൈസ്തവ സാക്ഷ്യം നൽകുന്ന നല്ലൊരു കുടുംബമായി ഈ കുടുംബത്തെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഈ രണ്ടു പേരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇവരുടെ മാതാപിതാക്കളെയും ഈ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമൃദ്ധമായ ദൈവാനുഗ്രഹം നൽകിക്കൊണ്ട് ഇന്നേവരെ വളർത്തിയോർത്തി ഞങ്ങൾ നന്ദി പറയുന്നു. തുടർന്നും അങ്ങയുടെ കൃപയും വരവും ചൊരിഞ്ഞുകൊണ്ട് ഈ രണ്ട് കുടുംബങ്ങളെയും കൂടുതൽ സ്നേഹത്തിലും ഐക്യത്തിലും മുമ്പോട്ട് പോകുന്നതിനും ഇവർ വഴിയുള്ള ഈ നവദമ്പതികൾ വഴിയുള്ള ബന്ധങ്ങൾ വഴിയായിട്ട് രണ്ട് കുടുംബങ്ങളും കൂടുതൽ ഐശ്വര്യത്തിലേക്കും കൂടുതൽ നല്ല രീതിയിലേക്കും മുമ്പോട്ട് വരുവാനും ദൈവസാക്ഷ്യം നൽകുന്നതിനും ക്രൈസ്തവ സാക്ഷ്യം നൽകുന്നതുകൊണ്ട് മുമ്പോട്ട് പോകുന്നതിനും അങ്ങനെ അങ്ങയുടെ മൂല്യങ്ങൾ ജീവിച്ചുകൊണ്ട് വളർന്നു പോകുന്നുള്ള കൃപയും വരവും ഈ രണ്ട് കുടുംബങ്ങൾക്കും പ്രത്യേകിച്ച് നവദമ്പതികളുടെ പേര് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, അങ്ങയെ മാധ്യസ്ഥം ഞങ്ങൾ പ്രത്യേകം അനുസ്മരിക്കുന്നു. യോസേഫ് പിതാവേ, ഈ കുടുംബത്തിൻ്റെ പേരും അങ്ങയുടെ ആ തിരുകുടുംബത്തെ സംരക്ഷിച്ചതുപോലുള്ള സംരക്ഷണം ഉണ്ടാകണമേ. പരിശുദ്ധ അമ്മേ, ഈ നവദമ്പതികളുടെ മേലെ എന്നും അമ്മയുടെ മാധ്യസ്ഥവും ശക്തിയും നൽകണമേ. ഇനി ഞങ്ങൾ തീർച്ചയായിട്ടും ശ്രമിച്ചതുപോലെ കാലായന കല്യാണത്തിൽ മാധ്യസ്ഥം വഹിച്ചതുപോലെ ഇവരുടെ ആവശ്യ നേരത്തെ എല്ലാ സഹായങ്ങളും നൽകി ഇവരെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും അവരെ നയിക്കുകയും ചെയ്യണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അന്വേഷിക്കപ്പെട്ടവളാകുന്നു. അവരുടെ ഫലമായി ഈശോ അന്വേഷിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അന്വേഷിക്കപ്പെട്ടവളാകുന്നു. അവരുടെ ഫലമായി നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അന്വേഷിക്കപ്പെട്ടവളാകുന്നു. അങ്ങനെ ഫലമായി ഈശോ അന്വേഷിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.